തിരുവല്ലവാരത്ത് ബലിതർപ്പണത്തിനെത്തിയവർ കാത്തുനിന്നുമെടുത്തു. സംഭവത്തിൽ ദേവസ്വം ബോർഡിനെതിരെ വ്യാപക പരാതി. എം മനോജ് തുടരുകയാണ്. മനോജ്, വളരെ വൈകാരികമായ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. കാരണം കാത്തിരുന്ന് വ്രതം നോറ്റ് ഈ ബലിതർപ്പണത്തിന് എത്തിയവരെ അവഹേളിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തിനുമുണ്ടായത്. മതിയായ സൗകര്യമൊരുക്കിയിട്ടില്ല. അവിടെ ഈ ബലിതർപ്പണത്തിനാവശ്യമായ സാധനങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല എന്നുള്ള വിമർശനം. ബന്ധപ്പെട്ടവർ ഇതിനകം ഒരു പ്രതികരണവും നൽകാൻ തയ്യാറായിട്ടുമില്ല. വലിയ പ്രതിഷേധമാണോ ഇപ്പോഴും ഉള്ളത്? വലിയ തിരക്കാണോ ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇത് നിയന്ത്രിക്കാനാണില്ല. ഇപ്പൊ സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇരുത്തി വെച്ച് എത്ര നേരമായെന്ന് അറിയാമോ? 100 രൂപ റെസീറ്റ് മേടിക്കും. ഗണ്ടിയില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ടിക്കറ്റ് മാത്രം നേരത്തെ എഴുതി മേടിക്കുക. തീർച്ചയായും അത് തന്നെയാണ്. മറ്റുള്ള സംഘടനകൾ സേവാമാരിതേ മാതിരി ഫ്രീ ആയിട്ട് ചെയ്യുന്ന സംഘടനകളെ ദേവസ്വം ബോർഡ് അകത്ത് കയറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും ഇവിടെ തിരക്കുണ്ടായിരിക്കുന്നത്. അവരുണ്ടായിരുന്നെങ്കിൽ ഇത് നല്ലപടിയെ നടന്നു തന്നെയായിരുന്നു. ഈ 2000 പേരോളം ഇരിക്കുന്ന സംഘടന 100 പേർക്ക് കൊടുക്കാനുള്ള സാധനം അവരുടെ കയ്യിലില്ല. അതിനുള്ള ഉദ്യോഗസ്ഥരും ഇല്ല. പോലീസുകാരായാലും ഗവൺമെന്റ് പറയുന്ന എല്ലാ പോലീസുകാരും ഇവിടുത്തെ ഇന്നലെ തന്നെ കളക്ടർ പറഞ്ഞു ഇവിടെ എല്ലാം റെഡിയാണെന്ന് പറഞ്ഞു. ഇതുവരെ ഇവിടെ ജനപ്രതിനിധികളോ ഒരു വാർഡ് മെമ്പർ പോലും ഇതിനകത്ത് ഇതുവരെ വന്നിട്ടില്ല. ഇത്രയും ആൾക്കാർ നിൽക്കുന്ന ഏരിയയിൽ മൊത്തത്തിൽ ഇവിടെ ജനങ്ങളെ ഭക്തരെ വെറും പൈസയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇതാണ് ചെയ്യുന്നത്. ഇവിടെ കൂപ്പൺ നൽകാൻ മാത്രം വലിയ കൂപ്പൺ ഇപ്പോഴും അവർ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ കൂപ്പൺ മേടിക്കുന്നവരും പകുതി കൂടുതൽ പേരുകൾ തിരിച്ചുപോയി. അറേഞ്ച്മെന്റ് ചെയ്യാൻ ആരുമില്ല. ഇവിടെ ആരുമില്ല. നോക്കാനും കാണാനും ആരുമില്ല. കാര്യം 100 രൂപ കൊടുക്കുക, കൂപ്പൺ മേടിക്കുക. പറഞ്ഞില്ലേ, ഇത്രയും ജനം വന്ന് മറിയുമ്പോൾ അവർക്കൊരു നല്ലൊരു കൗണ്ടർ കെട്ടായിരുന്നു. പാരാത്രിക്ക് 12 മണിക്കും 1 മണിക്കും വന്ന് നിൽക്കുന്ന ജനങ്ങളാ നിന്ന് ഓരോരുത്തർ കുഴഞ്ഞു വീണ്. അപ്പൊ ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നു. എപ്പോഴും ഇത് തന്നെ നോക്കുക. നമുക്ക് എത്ര പേർക്ക് ഇരിക്കാനുള്ള പന്തലിട്ടേക്കുന്നത്. ഇവിടെ ആദ്യം ഇവരെ കെണ്ടിയില്ല. 50 പേരെ അവിടെ ഇരുത്തിയത്. 50 പേരെ ഇരുത്തിയത്. ഇത്രയും മാത്രം അറിയാം ദേവസ്വം ബോർഡിന്. കാശ് മേടിക്കാൻ മാത്രം ഒരു സൗകര്യമില്ല. 4 മണിക്ക് തീർച്ചയായും ഇത്തരത്തിൽ തന്നെയാണ്. നിരുത്തരവാദിത്തപരമായിട്ടാണ് ഇവിടെ ഉള്ള ഈ ദേവസ്വം ബോർഡിന്റെ അധികാരികളൊക്കെ പെരുമാറുന്നത്. ഇവിടെ അമ്മമാരടക്കം ഇവിടെ കാത്തുനിന്ന് നേരത്തെ വന്നതാണ്. എത്ര നേരം വെളുപ്പിനെ വന്നതാ. ആലപ്പുഴയിൽ നിന്ന് വന്നതാ ചേച്ചി. ആലപ്പുഴയിൽ നിന്ന് വന്നതാ. ഞങ്ങൾക്ക് ഇതേവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ നിന്നതായി വയ്യാത്ത കാലം കൊണ്ടാണ് നിൽക്കുന്നത്. എപ്പോൾ വീഴുമെന്ന് അറിയാനൊക്കോ? വെള്ളം പോലും കുടിക്കാതെ നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ മക്കളല്ലയോ? ഇതൊന്ന് നോക്ക്. ഞങ്ങൾ എത്രയോ മണിക്കൂർ ആരും ചോദിക്കാൻ വന്നില്ല. ഇല്ല, ആരും അന്വേഷിക്കാൻ വന്നില്ല. വീണുപോയ ആര് സമ്മാനം പറയും? എന്റെ മക്കൾക്ക് ഞാനില്ല. അതല്ലേ ഉള്ളു. ബലിയിടാൻ വന്നതാ. നോക്ക്, ഈ കാലം വെച്ചോണ്ടാ നിൽക്കുന്നത്. ഇതാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തിനാ നമ്മുടെ മിത്രങ്ങൾ മരിച്ചുപോയി അതിന് പ്രതിപൂജ ഇടുന്നതിന് 25 രൂപ വെച്ച് 100 രൂപ വാങ്ങിക്കുന്നത്? എന്തിനിങ്ങനെ സമ്പാദിക്കുന്നത്? എല്ലാവർക്കും ശമ്പളമുണ്ട്. ഇവരൊക്കെ 12 മണിയാകുമ്പോൾ ഈ പോലീസുകാരെല്ലാം തീയും വാങ്ങിച്ചോണ്ട് പോകും. ഞങ്ങൾ എന്ത് ചെയ്യും പറ? ഞങ്ങൾക്കൊരു നാടെത്തണോ? വെള്ളം കുടിക്കണോ? ഒന്ന് പറ. അവർ പൈസ വാങ്ങുക മാത്രമാണ്. നിൽക്കുക വെറും ഇതായിട്ട്. തിരുമല്ലവാരം അമ്പലമാണെന്ന് പറഞ്ഞിട്ട് കാര്യം. ഞങ്ങളുടെ കുടുംബാമ്പലമായി തിരുമല്ലവാരം. എന്നിട്ട് ഞങ്ങൾക്ക് നിൽക്കുന്ന പ്രവൃത്തി ഉണ്ടോ? ഞങ്ങൾക്ക് ഒരു സമയത്തിന് ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളമോ അല്ലെ ഒരു ഗണ്ടിയോ ഇച്ചിരി ചോറോ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങളുടെ കുടുംബാമ്പലം ഇത് തിരുമല്ലവാര അമ്പലം. ഞങ്ങളൊക്കെ വില്ലുമംഗലത്തുകാരാ. ഞങ്ങളുടെ വക ഇത്. ഇതൊക്കെ തന്നെ അമ്മമാരടക്കം പ്രതികരിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും വലിയ ദുഃഖത്തോടെയാണ് അവരൊക്കെ ഈ കാര്യം പങ്കുവയ്ക്കുന്നത്. കാരണം എല്ലാ തവണയും ബലിയർപ്പിച്ച് സന്തോഷത്തോടെ ആത്മസംതൃപ്തിയോടെ മടങ്ങുമ്പോൾ ഇത്തവണ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് ഈ കാര്യമെല്ലാം ചെയ്യാമെന്ന് പറയുമ്പോഴും ഇവിടേക്ക് എത്തിയപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമാണ് ഈ ഭക്തജനങ്ങൾക്ക്. അതായത് ഇവിടേക്ക് ഈ ക്ഷേത്ര ദർശനം നടത്തിയെത്തുന്നവർക്കും അതോടൊപ്പം തന്നെ ഇവിടേക്ക് ബലിയർപ്പിക്കാൻ എത്തുന്ന ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത്. അവരൊക്കെ തന്നെ നമ്മളോട് ആ വിവരമാണ് ഇപ്പോൾ. മനോജ്, ഇവരുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ വർഷവും ഇത്രത്തോളം ആൾക്കാരുണ്ടാകാറുണ്ട്. പക്ഷേ അവിടെയും സേവാഭാരതിയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ഇടപെടലും സഹകരണവും ഉണ്ടാകാറുണ്ട്. എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കാറുണ്ട്. പക്ഷേ ഈ വർഷം അത്തരം സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരു സമീപനം. അത് തന്നെയാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നതല്ലേ? ഞങ്ങൾ ആകെ മഴയത്ത് നനഞ്ഞ് ഊറ്റുവാരിയാണ് ഞങ്ങൾ വന്നത്. 2 മണിക്കും 3 മണിക്കും വന്നവരെല്ലാം തിരിച്ചു പോയത്. ബലിയിടാൻ സ്ഥലമില്ല. എത്ര പേര് തിരിച്ചു പോയെന്നറിയാം. എല്ലാ വർഷവും ഞങ്ങൾ ബലിയിടാൻ വരുമ്പോൾ ഒരു കുഴപ്പമില്ല. കടപ്പുറത്ത് ഒരുപാട് കർമ്മികൾ ഇരിപ്പുണ്ടായിരുന്നു. സുഖമായിട്ടിട്ട് പോകാമായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇടിയും കൊണ്ട് ബഹളവും വെച്ച്. ദേവസ്വം ബോർഡ് എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ സൗകര്യങ്ങളായി കാണുന്നതൊക്കെ ഈ സൗകര്യങ്ങളും കാണുന്നില്ല.
അതാ തന്നെ സൗകര്യം. ഇപ്പൊ വരുന്നവർക്ക് എന്തോ ഇതുണ്ട്, ഇടി കൊണ്ട് പൊടി കൊച്ചുങ്ങളും ഒക്കെ കിടന്ന് ഇതാവുക. അപ്പൊ അടുത്ത സൗകര്യം ഒരിക്കൽ തന്നെ ഈ കാണുന്നതല്ല ഇത്ര ഇടിയും തെള്ളും നാശമായിട്ട് കിടക്കുന്നത്. അടുത്ത വർഷം ദയവേത് ഇങ്ങനെ വരുത്തരുത്. തീർച്ചയായും അത് തന്നെയാണ്. അതായത് എല്ലാ സൗകര്യവും ഉണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാവരെയും അറിയിച്ചപ്പോഴും ഇവിടെ എത്തിയപ്പോൾ അവർക്ക് നൽകുവാനുള്ള കിണ്ടി പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഓരോരുത്തരും പറയുന്നത്. കാരണം അത്തരത്തിൽ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു സമീപനമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ഇവിടെ എത്തുന്നവരെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 100 രൂപ കൂപ്പൺ മാത്രം വാങ്ങി മറ്റൊരു സൗകര്യവും ഇവർക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള എല്ലാവരും പരാതി പറയുന്നത്. ആർക്കും തന്നെ മറ്റൊരു അഭിപ്രായമില്ല. കാരണം ഇവിടെ എത്തുന്നവർ ഓരോരുത്തരും അനുഭവിക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെ കാത്തു നിൽക്കുന്ന നിരവധി പേരുണ്ട്. ശരിയാണ്. കൊല്ലം തിരുവല്ലവാരത്താണ് ബലിതർപ്പണത്തിന് എത്തിയവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം, വലിയ രീതിയിലുള്ള പരാതിയുമാണ് ഉയർന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് പേർ ഇപ്പോഴും ബലിതർപ്പണം നടത്താനാകാതെ കാത്തിരിക്കുന്ന, വിഷമിക്കുന്ന ഒരു സാഹചര്യം. മനോജാണ് വിവരങ്ങൾ നൽകിയത്. വള്ളസദ്യയിൽ ഇടഞ്ഞ് ദേവസ്വം ബോർഡും പള്ളിയോട് സേവാസംഘവും. ബോർഡ് ഇടപെടൽ ആചാര ലംഘനമെന്ന് കാണിച്ച് കത്ത് നൽകി പള്ളിയോട് സംഘം. ബോർഡ് വള്ളസദ്യ വാണിജ്യവൽക്കരിക്കുന്നു എന്ന് ആരോപണം. വിവരങ്ങളുമായി മിഥുൻ മുരളിച്ചിരിക്കുകയാണ്. മിഥുൻ, എന്താണ് സംഭവിച്ചത്? ഇത്തരത്തിലാണ് വിമർശനവും ആരോപണവും പ്രതിഷേധവും.